ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭഗവത്ഗീത 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം. അതിൽ ഭഗവാൻ മായയെ തരണം ചെയ്യുക എന്നത് അതിദുഷ്കരമാണ് എന്ന് പറയുകയുണ്ടായി. നമ്മൾ കഴിഞ്ഞ ഇന്നലത്തെ ക്ലാസ്സിൽ മായ സാക്ഷാൽ ദേവകി തന്നെയാണ് മായ. എങ്ങനെയാണ് വസുദേവർ ആനന്ദത്തെയും മോക്ഷത്തെയും ഈ യശോദ പ്രതിനിധാനം ചെയ്യുന്നത്? വേദത്തെ തന്നെ നന്ദഗോപൻ ആനന്ദത്തെയും യോ നന്ദ പരമാനന്ദ, യശോദ മുക്തിഗേഹിനി യശോദ മോക്ഷത്തെയും, അതുപോലെ നിഗമോ വസുദേവർ വേദം തന്നെയാണെന്നും മായയാകുന്നു ദേവകിയെന്നും പറയുണ്ടായി. ആ മായയെ മമ മായാ ദേവി ഹേഷാ ഗുണമയി മമ മായാ ദുരത്തെയ, എൻ്റെ മായയെ തരണം ചെയ്യുക എന്നത് ഏറ്റവും ദുഷ്കരമായ കാര്യമാണ്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തു വെച്ചത്. ഭഗവത്പാദർ പറയും, മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാലസർവം മായാമയമിതമഖിലം ബുദ്ധ്വ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വ. അഖിലം മായാമയം വിദിത്വ, ഇത് മുഴുവൻ മായയാണ്. എന്നിട്ടോ ആ മായ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്, മായം ചേർന്ന് തന്നെ. ഈ മായയിൽ നിന്നായിരിക്കാം മായ ഉണ്ടായത്. അപ്പോൾ മായമില്ലാത്ത അതിനോട് ചേരാൻ പറയുകയാണ്. തുടർന്ന് ഭഗവാൻ ഇവിടെ അതിമനോഹരമായിട്ട് പറയുന്നു, നമാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തേ നരാധമാഃ മായയാ അപഹൃതജ്ഞാനാഃ ആസുരം ഭാവമാശ്രിതാഃ. ഏതേത് പൊട്ടന്മാർക്കാണ് മൂഢന്മാർക്കാണ് എന്നെ അറിയാൻ പറ്റാതെ പോകുന്നത്? അതിനെക്കുറിച്ച് പറയുക. നമാം ദുഷ്കൃതിനഃ മൂഢാഃ പ്രപദ്യന്തേ നരാധമാഃ, കഠിനമായ വാക്കുകളൊക്കെയാണ്. മായയാ അപഹൃതജ്ഞാനാഃ ആസുരം ഭാവമാശ്രിതാഃ. ആരാണ് ആസുരം ഭാവം ആശ്രിതാഃ? അസുരൻ്റെ ഭാവത്തെ ആശ്രയിച്ചിരിക്കുന്ന ആരാണ് ഈ അസുരൻ? അസുരൻ എന്ന് പറഞ്ഞാൽ അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുരാഹ എന്നാണ് അസുരന് നിർവചനം. ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളാകുന്ന വിഷയങ്ങൾ ഏതു നേരം കാണുക, അത് ടി വി കാണലും സിനിമ കാണലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, കേൾക്കുക, രുചിക്കുക, ഇങ്ങനെ ശബ്ദസ്പർശ രസരൂപഗന്ധാദികൾ അതിനെ പോഷിപ്പിക്കുക, പാലിക്കുക, അതുമായിട്ടുള്ള കെട്ടിമറിഞ്ഞ് കളി. അതിനൊരു കണക്കൊന്നുമില്ലെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് അടുത്ത സിനിമയ്ക്ക് കയറുക. ഇപ്പോൾ ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ കുറേ സിനിമ ഉണ്ടല്ലോ അവിടെ. ഒന്ന് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, അടുത്തതിലേക്ക് കയറി. ഈ ശനി ഞായറൊക്കെ അത് ഷോകളും അങ്ങനെയുണ്ട്, രാവിലെ തുടങ്ങുമേ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഇവരെ ആരാണോ അവരാണ് ഈ അസുരൻ എന്ന് പറയുന്നത്. അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ, അല്ലാതെ 5000 കൊല്ലം മുമ്പ് ജനിച്ച് ഇവരൊക്കെ മരിച്ചു പോയവരല്ല, ഇപ്പോഴും സജീവമാണ്. അപ്പോൾ നമ്മളെ നോക്കിയാൽ മതി നമ്മളിൽ ഇങ്ങനെ ഉണ്ടോയെന്ന്. ഭഗവാൻ പറയണത് ആസുരം ഭാവം ആശ്രിതാഹ, ആ അസുരൻ്റെ ഭാവത്തെ, മനോവൃത്തിയെ, ഇങ്ങനെ തിന്നുക, കുടിക്കുക, കിടന്നുറങ്ങുക ഇത്യാദി കാര്യങ്ങളിൽ മാത്രം വ്യാപൃതനായിട്ടുള്ളവന് അവനെന്താണ് എന്താ അവന് പറ്റിയത്? മായ കൊണ്ട് അപഹൃതജ്ഞാനാഹ, അവൻ്റെ ജ്ഞാനം അപഹരിക്കപ്പെട്ടതാണ്. അവൻ വാസ്തവത്തിൽ അവൻ്റെ യഥാർത്ഥ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു, മോഷ്ടിക്കപ്പെട്ടു.
ആരാ ഇത് മോഷ്ടിച്ചത്? ഈ പറഞ്ഞ ആളുകളാണ്. നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ, മധുസൂദനൻ നായർ സാറിൻ്റെ കവിത ഒരു കിളിയും 5 വേടന്മാരും. അപ്പം ഈ 5 വേടന്മാരാൽ ഹനിക്കപ്പെട്ടു, മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയാം. 1-ാം വേടൻ കണ്ണിറയും നിറമായിരം അവളെ കാണിച്ചു. 2-ാമത്തവൻ എരിമണമേറ്റിയ പൂവുകളേറെ മണപ്പിച്ചു. പൊയ്യിലവിൽ തുണി കൊയ്തൊരു പട്ടാൽ പിന്നൊരു വേടൻ ഉടുപ്പിച്ചു. മുന്തിരി നീര് കുടിപ്പിച്ചു. കാതിനെ ഇക്കിളി തഞ്ചും പാട്ടുകൾ കേൾപ്പിച്ചു. ഇങ്ങനെ എത്തിയതയ്യോ കാടല്ല, അവിടെങ്ങും പൂവിന് മണമില്ല. കാട്ടിലേക്ക് പോണ വഴി വെച്ചപ്പോൾ വേടന്മാർ കാണിച്ചു തരാൻ പറഞ്ഞു കൊണ്ടുപോയതാ. ഇങ്ങനെ മായ അപഹൃതജ്ഞാനാഹ, മായ നമ്മുടെ ജ്ഞാനത്തെ അപഹരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഈ സീരിയലും കണ്ട്, ഈ സീരിയലിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പരസ്യം വരുമ്പോൾ അപ്പുറത്തെ സീരിയൽ പോയി കാണും, അതിൻ്റെ കഷ്ണം കണ്ടു, എന്നിട്ട് അവിടെ പരസ്യം വന്നാൽ ഇപ്പുറത്ത് കണ്ടു. ഇപ്പം എന്താണെന്നറിയോ, ഇങ്ങനെ പരസ്യം വരുമ്പോൾ നിങ്ങളിത് മാറ്റുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ അവരിപ്പോൾ എന്താക്കിയെന്നറിയോ, പരസ്യമൊക്കെ ഒറ്റ ടൈമിലാണ് എല്ലാ ചാനലുകളിലും പരസ്യം ഒരേ സമയത്താണ്. അവർ വലിയ ഞവണ്ടന്മാരാണ്. അപ്പം നിങ്ങളത് സഹിക്കുകയാണ്, അങ്ങനെ പരസ്യവും സഹിക്കുക. ആ പൈങ്കിളി പരസ്യങ്ങളും ഉണ്ട്, അതും സഹിക്കും. ഈ പൈങ്കിളികൾക്കൊക്കെ അനുസരിച്ച് നമ്മുടെ ധർമ്മശാസ്ത്രവും പൈങ്കിളി രൂപത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ അയച്ചെന്നു, കൃഷ്ണൻ്റെ ഹൃദയം എന്ന് പറഞ്ഞിട്ട് ഒരു, എന്താ പറയുക, കൃഷ്ണൻ്റെ ഹൃദയം അങ്ങനെ ഒരു ക്രിസ്റ്റൽ ഫോമിൽ, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. ഇങ്ങനെ ഇങ്ങനെ എത്രയോ വർഷം കൂടുമ്പോൾ അതിങ്ങനെ മാറ്റും അത്ര. ഇതൊക്കെ ഈ പഠിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ മൂഢത്തരാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഭഗവാൻ പറയുന്നത്, മായയ അപഹൃതജ്ഞാനാഹ. അതങ്ങനെ അതിനങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുക. അപഹൃതജ്ഞ ദുഷ്കൃതിനഹ, ഇവരുടെ ചെയ്തികളൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊരു നല്ലതല്ല, ദുഷ്ടത്തരം മാത്രമാണ് കയ്യിലിരിപ്പ്. അവരനെ ദ്രോഹിക്കുക, അത് എന്ത് തന്നെ വന്നാലും വേണ്ടില്ല. ദുഷ്കൃതിനഹ മൂഢാഹ നരാധമാഹ, മനുഷ്യരെ തന്നെ കൊല്ലാൻ മടിയില്ലാത്ത നരാധമന്മാരായിട്ടുള്ള അവർ മാം എന്നെ ന പ്രപദ്യന്തേ, അവർക്ക് എന്നെ, അവർ ചിലപ്പോൾ അമ്പലത്തിലും അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും, പക്ഷെ എന്നെ പ്രാപിക്കുക, ഞാൻ ആരെന്നറിയുക, എന്നെ അനുഭവിക്കുക നടക്കില്ല. അവരെ സംബന്ധിച്ച് അത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ആസുരം ഭാവം ആശ്രിതാഹ, ഈ അസുരൻ്റെ ഭാവത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അസുരന്മാർക്ക് 2 പല്ല് പുറത്തേക്ക്, നാവ് നീളത്തിൽ കാണുന്ന ഇന്ദ്രിയങ്ങളെയൊക്കെ അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരുണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും അവരൊക്കെ ഉണ്ട്. ഒരു കയ്യിൽ ഫോണും ടിവിയും കണ്ട് അതിൻ്റെ ഇടയിൽ വേറെ ആരോടും സംസാരിച്ച് ഡ്രൈവും ചെയ്ത് ഇടയിലിടയിൽ പോപ്കോണും കഴിച്ച് എന്തൊക്കെ ആക്ടിവിറ്റിയാണെന്നറിയോ. ഒരേ സമയം അടുത്തിരിക്കുന്ന ഭാര്യയ്ക്കേ പേടിയാവുക, ചേട്ടാ വണ്ടി ശ്രദ്ധിക്കുക ഓടിക്കുക, ഇതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം. മൂപ്പരോട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ ഇടയിൽ ദേഷ്യപ്പെടുകയും ചെയ്യും. ഇതൊക്കെ എന്താണ്? മായ അപഹൃതജ്ഞാനാഹ. തുടർന്ന് എന്നെ ഭജിക്കുന്ന 4 വിധത്തിലുള്ള ആളുകളുണ്ട്. ഈ 4 വിധത്തിലുള്ള ആളുകളെക്കുറിച്ച് പറയുക. അതിലാരാണെന്നിട്ട് കേമന്മാർ, എല്ലാവരെക്കുറിച്ചും ഒന്ന് പൊതുവായി പറഞ്ഞ് ഭഗവാന് പ്രിയപ്പെട്ട ആളുകളെക്കുറിച്ച് പറയുക. ചതുർവിധാ ഭജന്തേ മാം ജനാ സുഹൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്തി
ജ്ഞാനീ ച ഭരതർഷഭ. ഹേ ഭരതർഷഭ, അല്ലയോ ഭരതകുല വംശ ശ്രേഷ്ഠനായിട്ടുള്ള അർജുന. ആർത്തഃ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി. ആർത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖിതനാണ്. പല വിധത്തിലുള്ള ദുഃഖം അവനുണ്ടാവാം. ഏറ്റവും പ്രിയപ്പെട്ടവൻ്റെ വേർപാട്, അത് ബന്ധുമിത്രാദികളുടെ വേർപാടായിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കൊണ്ടുള്ള പീഡ, ദുഃഖം അനുഭവിക്കുന്നവനാവാം. ഈ ദുഃഖിതൻ എന്നെക്കുറിച്ച് ഓർക്കാറുണ്ട്. അവൻ്റെ ദുഃഖത്തിനൊരു അറുതി ഉണ്ടാവണേ എന്ന് അവൻ കരഞ്ഞ് എന്നോട് പറയുന്നുണ്ട്. അവന് വലിയ ഞാൻ ആര് എന്ത് എന്നൊന്നും അറിയില്ലെങ്കിലും ഭഗവാനെ എൻ്റെ ഈ ദുഃഖത്തിനൊരു നിവൃത്തി ഉണ്ടാക്കി തരണേ എന്ന് അവൻ പറയുന്നുണ്ട്. ആ ഗണത്തിൽ പെടുന്നവനാണ് ഒന്നാമൻ. അവനാരാണ്? ആർത്തനാണ്. രണ്ടാമത്തവൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥാർത്ഥിയാണ്. ശ്ലോകത്തിൽ ക്രമത്തിൽ പറയുമ്പോൾ ജിജ്ഞാസു. ജിജ്ഞാസു അറിയാൻ ആഗ്രഹമുള്ളവനാണ്. ആരാണ് ഭഗവാൻ? എന്താണ് ഈ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞാൽ, ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നറിയണം എന്നുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളാണ് പാർത്ഥൻ. ജിജ്ഞാസു. അർത്ഥാർത്ഥി മൂന്നാമൻ. ഈ അർത്ഥാർത്ഥിക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുറച്ച് ധനം കിട്ടണം. അവൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? പണ്ടൊരുത്തം പ്രാർത്ഥിച്ചു, ഇതാണ്, ഭഗവാനെ എനിക്ക് എൻ്റെ ബാഗിൽ നിറയെ കാശ് വേണം. പിന്നെയോ ഞാനങ്ങനെ ബാഗിൽ നിറയെ കാശും ഇങ്ങനെ വലിയൊരു വണ്ടിയൊക്കെ ആയിട്ട്, ആ വണ്ടിയിൽ നിറയെ എനിക്ക് ധാരാളം സ്ത്രീകളൊക്കെ വേണം. ആ സ്ത്രീകളുമായിട്ട് ഞാനങ്ങനെ പോവും. എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയാം. ഭഗവാൻ അവനെ അനുഗ്രഹിച്ചു എന്നാണ്. അവനിപ്പോൾ തമിഴ്നാട്ടിൽ ലേഡീസ് ഓൺലി ബസ്സിലെ കണ്ടക്ടറാണ്. അവിടെ നിറയെ സ്ത്രീകളുമുണ്ട്, അതുപോലെ തന്നെ ബാഗിൽ കാശുണ്ട്. കാശ് വേണ്ടി എല്ലാന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചിലപ്പം ഭഗവാൻ അനുഗ്രഹിച്ചു കളയും. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് അർത്ഥാർത്ഥി ധനമോഹിയാണ്. അവൻ ധനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ അമ്പലനടയിലൊക്കെ ലോട്ടറി ടിക്കറ്റൊക്കെ വിൽക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം കച്ചവടം കിട്ടുന്നത്. ഈ പല ലോട്ടറി ഏജൻസികളുടെ പേരുകളും അങ്ങനെയൊക്കെയാണ്. ശ്രീലക്ഷ്മി, ഭാഗ്യലക്ഷ്മി, ധനലക്ഷ്മി. അവിടെ ആ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഒരു വലിയ സ്വർണ്ണക്കുടത്തിൽ ഇങ്ങനെ കോയിൻസ് ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവിയുടെ ചിത്രം. അപ്പോൾ ഇത് ലോട്ടറി എടുക്കുമ്പോൾ പ്രാർത്ഥനയാണ്. നടയിൽ കൊണ്ടുപോയിട്ട് തലയിലൊക്കെ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ ഏതു നേരം പ്രാർത്ഥനയാണ്. എന്തിന്? ധനം കിട്ടണേ എന്നുള്ളതാണ്. അവനാണ് രണ്ടാമത്തെ വിഭാഗം, അല്ലെങ്കിൽ മൂന്നാമൻ, അർത്ഥാർത്ഥി. ആർത്തൻ ദുഃഖിതൻ, ജിജ്ഞാസു അറിയാൻ ആഗ്രഹമുള്ളവൻ, അർത്ഥാർത്ഥി ധനമോഹി. നാലാമത്തെ വിഭാഗം, നാലാമൻ ആരാണെന്ന് പറഞ്ഞാൽ ജ്ഞാനി. ജ്ഞാനി അറിഞ്ഞവനാണ്. ഈ 4 പേരും വാസ്തവത്തിൽ ധർമാർത്ഥ കാമ മോക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നവർ തന്നെയാണ്. ഇവരൊക്കെ തന്നെ സുഹൃതിനഹ
ഈ സുഹൃതികളായിട്ടുള്ള ആളുകൾ ചതുർവിധ ജനാഹ, ഈ 4 പ്രകാരത്തിൽപ്പെട്ട ആളുകൾ മാം ഭജന്തെ, അവരെന്നെ ഭജിക്കുന്നു. അവരെങ്ങനെ ഭജിച്ചോട്ടെ എന്നാണെങ്കിലോ, നാരദഭക്തി സൂത്രത്തിൽ ഇത് ഉത്തരസ്മാത് പൂർവ ശ്രേയായ ഭവതി എന്ന് പറയും, ഈ ക്രമം പറഞ്ഞിട്ട്. നമുക്ക് നാരദഭക്തി സൂത്രം ഈ യൂട്യൂബ് ചാനലിലുണ്ട്, നാരദഭക്തി സൂത്രം, നിങ്ങൾ പോയി കണ്ടാൽ മതി, അപ്പോൾ ആ ഭാഗം മനസ്സിലാവും. തുടർന്ന് ഇവിടെ പറയുന്നു ഭഗവാൻ, ഇതിലാരാണ് ശ്രേഷ്ഠർ, എന്തുകൊണ്ട് അവർ ശ്രേഷ്ഠരായിരിക്കുന്നു? ആദ്യം സാമാന്യം പറഞ്ഞു, ഇവരൊക്കെ നല്ലവർ തന്നെ, സുഹൃതികളാണ്, കാരണം അങ്ങനെയെങ്കിലും തോന്നിയല്ലോ എന്നുള്ളതുകൊണ്ട്. തുടർന്ന് പറയാം, തേഷാം ജ്ഞാനി നിത്യയുക്തഃ ഏകഭക്തിർവിശിഷ്യത്തെ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച മമ പ്രിയഃ. 17ാമത്തെ ശ്ലോകം 7ാം അധ്യായത്തിൽ. തേഷാം ജ്ഞാനി നിത്യയുക്തഃ, തേഷാം എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ, തേഷാം അവരിൽ, ഈ 4 പേരിൽ, ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി എന്നതിൽ, തേഷാം അതിൽ, നിത്യയുക്ത ഏകഭക്തി ജ്ഞാനി വിശിഷ്യത്തെ, അതിലെപ്പോഴും നിത്യയുക്തനാണ്, അവനാ സമഭാവനയുള്ളവനാണ്, അതിലുറച്ചവനാണ്. ഏകഭക്തി, അവന് പലതിലല്ല അവൻ്റെ ചിന്ത. അങ്ങനെയുള്ള അവൻ, ആ ജ്ഞാനി ഏകഭക്തി ജ്ഞാനി, ആ ജ്ഞാനി വിശിഷ്യത്തെ വിശേഷപ്പെട്ടവനാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ഭക്തി ഇളക്കമില്ലാത്തതാണ്. അഹം ജ്ഞാനിനഃ അത്യർത്ഥം പ്രിയഃ ഹി, ഞാനാകട്ടെ എനിക്ക് ജ്ഞാനിനഃ ജ്ഞാനിയിൽ, അത്യർത്ഥം ഏറ്റവും പ്രിയഃ ഹി അങ്ങേയറ്റത്തെ താല്പര്യവുമുണ്ട്. മമ ച പ്രിയഃ എനിക്കും അവൻ, സഹ അവൻ എനിക്കും ഇഷ്ടപ്പെട്ടവനാണ്. ജ്ഞാനിക്ക് ഞാൻ പ്രിയപ്പെട്ടവനാണ്, എനിക്ക് ജ്ഞാനിയും പ്രിയപ്പെട്ടവനാണ്. ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം വലിയ സുഹൃത്തുക്കളാണ്. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ പറയും, ഉദാരാ സർവ ഏവൈതേ ജ്ഞാനീ ത്വാത്മൈവ മേ മതം ആസ്ഥിത സഹയുക്താത്മാ മമേവാനുത്തമാം ഗതിം. എന്തുകൊണ്ടാണ് ജ്ഞാനി എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നത്? ഈ ജ്ഞാനി, ഭക്തൻ, കർമ്മയോഗി, ഇത്തരം ശബ്ദങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമ്മളൊരു ഫ്രെയിമിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഭക്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ജ്ഞാനി എന്ന് പറഞ്ഞാൽ ആരാണ്, യോഗി എന്ന് പറഞ്ഞാൽ ആരാണ്. പക്ഷേ ഗീത നമ്മൾ മുന്നിലേക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പഴയ ധാരണകളൊക്കെ മാറേണ്ടതുണ്ട്, ആ ഉപ്പുകല്ലുകളൊക്കെ മാറ്റേണ്ടതുണ്ട്. മാറാതെ വീണ്ടും വീണ്ടും ഇതും കേൾക്കുക, അത് അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, ഉദാരാഹ സർവ ഏവ ഏതേ സർവ ഉദാര ഏവ, ഇവരെല്ലാവരും തന്നെ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. എന്നാലും ജ്ഞാനിയാകട്ടെ ആത്മാ ഏവ മേ മതം, പരമാത്മാവ് തന്നെ എന്നാണ് എൻ്റെ അഭിപ്രായം, അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ സഹ യുക്താത്മാ മാം ഏവ, അവൻ എന്നിലുറച്ച മനസ്സോടുകൂടിയിട്ടുള്ളവനും അനുത്തമാം ഗതിം ആസ്ഥിത, അവൻ എൻ്റെ ഗതിയെ, അവനും ഞാനും പിന്നെ വേറെയല്ല എന്ന് പറയാം. അതുകൊണ്ട് അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എനിക്ക്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ആ വഴി തിരഞ്ഞെടുക്കാനാണ്.
മറ്റത് മോശം എന്നല്ല, അത് നിൻ്റെ ലക്ഷ്യമായിരിക്കണം. ജീവിതത്തിൽ നമുക്ക് പല കഷ്ടപ്പാടുകളും അതും ഇതുമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇറക്കി വയ്ക്കാനൊരിടം വേണ്ടേ? നല്ലതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ വല്ലാതെ എന്താ പറയുക, കുട്ടികളെ കൊല്ലുക, എന്നിട്ട് കുട്ടികൾക്ക് അത് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കേൾക്കുന്നത്. ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്ന് ജ്യോത്സ്യം പറഞ്ഞിട്ട് അത് കേട്ട് ചെയ്യുന്ന ഓരോരോ ഏടാകൂടങ്ങൾ. ഈ കുട്ടിയുടെ ജനിച്ച നക്ഷത്രം ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന ദോഷം ഉണ്ടാവും, അതുകൊണ്ട് ഇതിനെ കൊല്ലുക നല്ലത്. അങ്ങനെ ചെയ്യുക. ഇന്ന കുട്ടി ജനിക്കുമ്പോൾ ഇന്ന ആൾക്ക്, ഇത് 90 വയസ്സായ ആൾ ബാത്റൂമിൽ വീണു, അത് ഇന്നതാണ് കാരണം. അല്ലെങ്കിൽ ഇന്ന് ഈ നക്ഷത്രക്കാർ ഈ വീട്ടിൽ കയറിയത് ഇന്നതാണ്. ഇങ്ങനെ എന്തൊക്കെയെന്നറിയോ. അതുകൊണ്ട് ഈ അജ്ഞാനികളായിട്ടുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ ഏടാകൂടങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതും നമ്മൾ കണക്കാക്കേണ്ടതാണ്. അപ്പം നിങ്ങളുടെ സാമാന്യ ബുദ്ധിയിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ഈ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പറയുന്ന ഈ പൂജ അതും ഇതൊക്കെ കേട്ടിട്ട്, ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് എന്താ? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരമകാരണമായിട്ടുള്ള ആളാണ്. അയാൾക്ക് ഈ നക്കാപ്പിച്ച എന്തെങ്കിലുമൊക്കെ വേണോ ആ ഈശ്വരന്? ഈ ജ്യോത്സ്യൻ പറയുന്നത് ഇവൻ്റെ വൃത്തിയില്ലാത്ത കൈ കൊണ്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക, എന്തിനാ നമ്മളിങ്ങനെ നിങ്ങളോടിത് പറയണമെന്നോ? നമ്മുടെ മുന്നിലേക്ക് ദിവസം എന്ന് പറഞ്ഞോണം ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ജനങ്ങളെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരിങ്ങനെ ചോദിക്കും, സ്വാമി ഇങ്ങനെ പറഞ്ഞു, ജ്യോത്സ്യൻ ഇങ്ങനെ പറഞ്ഞു, അത് ചെയ്യണോ? അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് പറയുന്നത്? അങ്ങനെ വല്ല പ്രമാണവും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്നും മേടിച്ച് വായിക്കണം എന്നുണ്ടായിരുന്നു, മനസ്സിലാക്കണം എന്നുണ്ടായിരുന്നു. തട്ടിവിടുക തന്നെ, പേടിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക. എന്നിട്ടോ ഇതിന് പോകുന്നവരും ഇതിനു വേണ്ടി തന്നെ ഇറങ്ങിത്തിരിക്കുക. പിന്നെ എന്തു ചെയ്യും? വായിക്കുന്ന കുറേ പുസ്തകങ്ങളുണ്ട്, അങ്ങനെയുള്ള മാസികകളുണ്ട്, പിന്നെ സീരിയലുകളിൽ ഇത് നല്ലോണം ഉണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ഒരു ഭഗവാൻ പറയുന്നത് ഇവിടെ ഒരു ജ്ഞാനി ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ദുർലഭമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യാണാം സഹസ്രേഷു പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ പറയുക അവിടെ, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രബധ്യതേ വാസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭ. ബഹൂനാം ജന്മനാം അന്തേ, ബഹൂനാം ബഹവഃ അനേകം, ജന്മനാം ജന്മങ്ങളിലൂടെ, മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അർജുനൻ ചോദിച്ചതാണ്, എന്താവും ഇവൻ്റെ ഗതി? ചിന്നാഭ്രം ഇവ നശ്യതി, ഒരു മേഘം കണക്കെ ഇല്ലാതെയായി പോവോ ഭഗവാനെ? അപ്പോൾ പറഞ്ഞത് എന്താണ്? നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതഗച്ഛതി. മോനെ അർജുന, അങ്ങനെ ഒരു ദുർഗതി അവനുണ്ടാവില്ല. പിന്നെയോ യോഗിനാം കുലേ ഏവ ഭവതി, അതിനനുസരിച്ചിട്ടുള്ള ഒരു ഭവനങ്ങളിൽ, സാഹചര്യങ്ങളിൽ അവൻ്റെ യാത്ര വീണ്ടും തുടർന്ന് അവനിവിടെ എത്തും. അങ്ങനെ ഒരു യാത്ര നടത്തിയിട്ടുള്ള അനേക യാത്രയുടെ ഫലമായിട്ടാണ് ബഹൂനാം ജന്മനാം അന്തേ. ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നലെ പോലും ഒരു ജന്മമാണ്. ഓരോ ദിവസവും നമ്മൾ ജനിച്ചു മരിക്കുന്നവരാണ്. അങ്ങനെ പൂർവജന്മകൃതം എന്ന് പറയുമ്പോൾ തൊട്ട് ഇന്നലെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എന്നും അതിന് സാരമുണ്ട്, അർത്ഥമുണ്ട്. ഈ ആയുർവേദം അഷ്ടാംഗം ഹൃദയം പറയുമ്പോൾ പറയും പൂർവജന്മകൃതം പാപം
വ്യാധിരൂപേണ ജായതേ. അപ്പോൾ അവിടെ മുൻജന്മത്തിലെ കാര്യം മാത്രമല്ല, ഇന്നലകളിൽ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഇന്നലെ മുതൽ പിറകിലേക്ക് 4 കൊല്ലം മുമ്പുള്ളതാണെങ്കിലും എല്ലാം വ്യാധിയായിട്ട് വരും, ആദിയായിട്ടും വരും. ആദിയാവുന്നതിനും ചെറുപ്പത്തിൽ നമുക്കുണ്ടായ ഭയപ്പാട് നമ്മുടെ സ്വാധീനിക്കും. വലുതായാലും പോവാത്തതുണ്ട്. അപ്പം ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ഒരു ജ്ഞാനവാൻ, ഒരു ജ്ഞാനി എന്നെ സമീപിക്കുന്നത്, എന്നെ പ്രാപിക്കുന്നത്. എങ്ങനെയാണ് എന്നെ പ്രാപിക്കുന്നത്? അതാണ് വളരെ പ്രധാനപ്പെട്ടത്. വാസുദേവ സർവമിതി. ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയണു, സർവം വാസുദേവ ഇതി ജ്ഞാത്വാ. സർവം ഭഗവാനാണ് എന്നറിഞ്ഞിട്ട് മാം പ്രപദ്യതേ, എന്നെ പ്രാപിക്കുന്നു. സമഹാത്മാ സുദുർലഭ. അങ്ങനെയുള്ള മഹാത്മാവ് ദുർലഭമാണ്. അതാണ് ശങ്കര ഭഗവത്പാദരും പറഞ്ഞത്. ദുർലഭം ത്രയമേ വൈദത് ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. ആ മുമുക്ഷുത്വം ഉണ്ടാവുക, മനുഷ്യനാവുക എന്നുള്ളതൊന്ന്, പിന്നെയോ മുമുക്ഷുത്വം ഉണ്ടാവുക, ഇതറിയണമെന്നത് ഉണ്ടാവുക, സ്വതന്ത്രനാവണം എന്നുള്ളത് ഉണ്ടാവുക, പിന്നെ അതിനനുസരിച്ച് ഒരാളെ കിട്ടുക. ഇവിടെ ഭഗവാനും പറയുന്നു, എന്താണ്? സമഹാത്മാ സുദുർലഭ. അത് തന്നെ ദുർലഭമായിട്ടുള്ള ഒന്നാണ്. തുടർന്ന് പറയണു, കാമൈസ്തൈർസ്തൈർഹൃതജ്ഞാനാഃ പ്രപദ്യന്തേന്യദേവതാഃ തം തം നിയമമാസ്ഥായ പ്രകൃത്യാ നിയതാ സ്വയാ. 20ാമത്തെ ശ്ലോകം 7ാം അധ്യായത്തിൽ. തൈഹി തൈഹി കാമൈഹി ഹൃതജ്ഞാനാഃ. കാമൈഹി, കാമങ്ങളാൽ, ആഗ്രഹങ്ങളാൽ, അതെന്തു ആവാം, ചെറിയ തോതിലും വലിയ തോതിലും ഒക്കെ ആയിട്ട് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന അത്. അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചൊക്കെ 2ാം അധ്യായത്തിൽ പറഞ്ഞതാ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും, എവിടുന്നാ ഇത് വരുന്നത് എന്നും പറഞ്ഞതാ. രജോ ഗുണസമുദ്ഭവ. കാമയേഷ ക്രോധയേഷ. കാമം വന്നാൽ പിന്നെ ക്രോധം വരും, പിന്നെ സ്മൃതിഭ്രംശം, ബുദ്ധിനാശം, സർവനാശം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സ്വയാ പ്രകൃത്യാ നിയതാഹ, സ്വന്തമായ പ്രകൃതിയാൽ. ഇവിടെ പ്രകൃതിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വവാസനയാൽ, അതൊക്കെ അതിൻ്റെ പ്രകൃതിയാണ്. സത്വരജ തമോ ഗുണങ്ങളാൽ, അതിൻ്റെ ആധിക്യത്താൽ, അതിൻ്റെ പ്രഭാവത്താൽ, ഇതാണ് പ്രകൃത്യ. നിയതാഹ, അതിൽ പ്രേരിതനായി. തൈഹി തൈഹി കാമൈഹി, അതത് കാമങ്ങളിൽ, ഓരോന്നോരോന്ന് വേറിട്ട വേറിട്ട ആഗ്രഹങ്ങളിൽ. ഹൃതജ്ഞാനാഹ, അവിടെ ജ്ഞാനാഹ ഹൃദം, അറിവ് അപഹരിക്കപ്പെട്ടിരിക്കുന്നു, മറയ്ക്കപ്പെട്ടിരിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ള അവൻ തം തം, അതത് നിയമം ആസ്ഥായ, അതത് നിയമത്തെ ആശ്രയിച്ചിട്ട് അന്യദേവത പ്രപദ്യന്തേ, മറ്റ് ദേവതകളെ പ്രാപിക്കുന്നു. അങ്ങനെയാണ് ഈ നമ്മുടെ തന്നെ ഈ ഇതിലൊക്കെ തന്നെ ആളുകൾക്ക് മര്യാദയ്ക്കുള്ള നേരാവണ്ണം ഉള്ള വഴി അവർക്ക് സ്വീകരിക്കുന്നതിന് പകരം ഈ ആളുകളെ തന്നെ ഈ പല പല എന്താ പറയുക, കോഴിയെ വെട്ടുക, രാത്രി 12 മണിക്ക് ഇന്ന കർമ്മം ഇന്നടുത്ത് കൊണ്ടുപോയിട്ട് ചെയ്യുക, ശ്മശാനത്ത് പോയി ചെയ്യുക,
എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? ഇതൊന്നും നമുക്കിങ്ങനെയൊന്നും ചെയ്താൽ പോരാ. ഒരു കോഴിയൊന്നും വെട്ടിയാൽ പോരാ എന്ന് പറയാം. അങ്ങനെ കോഴി വെട്ട്, അങ്ങനെ അല്ലെങ്കിൽ വേറെ ആടിനെ വെട്ട്, പശുവിനെ വെട്ട്, എന്തെങ്കിലുമൊക്കെ. അതിൽ ഓരോരുത്തരെ തീർക്കാൻ വേണ്ടിയിട്ട് ആൾ രൂപം വെച്ചു, അവൻ്റെ കാൽ രൂപം വെച്ചു. ഇതൊക്കെ ചെയ്യുന്ന ഓരോ വിദ്വാന്മാരുണ്ട്. അത് ഇന്നടത്ത് ഇന്ന ആളുണ്ട്. അവരുടെ പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര കോമഡിയാണ്. ഈ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാവും. സിനിമയിലും അതിലും ഇതിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതൊന്നും ഇപ്പോൾ വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നാട്ടിൽ പലതും നമ്മൾ കണ്ടതല്ലേ. അയൽവക്കക്കാരന് പോലും തിരിച്ചറിയാത്ത വിദ്വാൻ. മൂപ്പരുടെ പരിപാടി എന്താ? ഇതൊക്കെയാണ്. ആളെ തട്ടുക, പൂജ ചെയ്യുക. ഇങ്ങനെയുള്ള ഓരോരോ ഏടാകൂടങ്ങളിൽ പോയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? അതിനെ ഭജിക്കുന്നു, സേവിക്കുന്നു. തുടർന്ന് ഭഗവാൻ പറയുകയാണ്, യോ യോ യാം യാം തനും ഭക്തഃ ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. വളരെ ലളിതമായ മാർഗത്തെ ഭഗവാൻ നമ്മുടെ മുന്നിൽ പറയുക. ഇതിൽ ഏടാകൂടങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ അതിലേക്ക് പോകുന്നു എന്നാണ് പറയുക. കാരണം അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ തുടങ്ങും. ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു ആകെ മൊത്തം അതൊക്കെ നമുക്കിപ്പോൾ കാണാം. പലയിടത്തും ഇത് നടക്കുന്നുണ്ട്. യോ യോ യാം യാം, എന്താ യോ യോ? യഹ യഹ, ഏതേത് യോ യോ ഭക്തഃ, ഏതേത് ഭക്തന്മാരാണോ, യാം യാം, ഏതേത് തനും അർച്ചിതും, മൂർത്തിയെ വിധിയാം വണ്ണം അർച്ചന ചെയ്യുന്നത്. അർച്ചിതം എന്ന് പറഞ്ഞാൽ പൂജിക്കുന്നത്. അർച്ചിതം ഇച്ഛതി, അങ്ങനെ പൂജിക്കാൻ ആഗ്രഹിക്കുന്നത്. തസ്യ തസ്യ, അതത് ഭക്തന് അതത് മൂർത്തിയിൽ, താം ശ്രദ്ധാം ഏവ, ആ ശ്രദ്ധയെ തന്നെ, അഹം ഞാൻ, അചലാം വിദധാമി, ഞാൻ അവന് അതിൽ ഉറപ്പുള്ള ശ്രദ്ധയെ ഉണ്ടാക്കിക്കൊടുക്കും. അതാണ് എൻ്റെ ജോലി. തുടർന്ന് പറഞ്ഞു, സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യാരാധനമീഹതേ ലഭതേ ച തതഃ കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ. സഹ തയാ ശ്രദ്ധയാ യുക്തഃ, അവൻ ആ ശ്രദ്ധയുള്ളവനായിട്ട്, യുക്തഃ അതോടുകൂടിയവനായിട്ട്, തസ്യാഹ ആരാധനം ഈഹതേ, അതിൻ്റെ ആ ഇഷ്ടദേവതയുടെ ആരാധനയെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തതഃ അതിൽ, ആ ദേവതയിൽ, മയാ വിഹിതാൻ, എന്നാൽ വിഹിതാൻ വിധിക്കപ്പെട്ട, താൻ കാമാൻ ഏവ ലഭതേഹി, അവന് അതിൽ നിന്ന് എന്താണോ വിധിക്കപ്പെട്ടിട്ടുള്ളത് അതവന് കിട്ടുന്നു. ഇത് പണ്ട് ഇത് കഥ പറയുമല്ലോ, രാജാവ് ദാനം കൊടുക്കാൻ മൂപ്പരൊരു ദിവസം വിളംബരം ചെയ്തു, വന്ന് ആളുകൾക്ക് ഇഷ്ടം പോലെ കൊണ്ടുപോയിക്കോളാൻ. രാജാവ് അവിടെ അകത്ത് അതിൻ്റെ സിംഹാസനത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട്. രത്നങ്ങളും വൈരങ്ങളും ഒക്കെ വലിയ വില പിടിച്ച, അതിൽ ഒരെണ്ണം കിട്ടിയാൽ മതി, ജീവിതകാലത്തേക്കുള്ളതായി, അത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ആ രാജവീതിയിൽ മുഴുവൻ തുടങ്ങിയിട്ടുണ്ട്, അതുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പോകുന്നിടത്ത് ഈ പറഞ്ഞ പോലെ മേശ, കസേര, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ പച്ചക്കറി, അത് ഇതും എല്ലാം, അരി, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും അതൊക്കെ എടുത്തു പോയി. കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് വില കൂടിയതൊക്കെ ഉണ്ട്. ഏറ്റവും ഉള്ളിലെത്തിയാലോ ഈ പറഞ്ഞ രത്നവും വൈരവും ഒക്കെയാണ്.
അവിടേക്കൊന്നും ആരും എത്തുന്നില്ല. അതിനു മുമ്പ് തന്നെ ഈ 2 മേശയും കസേരയൊക്കെ തലയിൽ വെച്ച് പോവാണ്. എന്നതുപോലെ ലൊട്ടിലൊടുക്കിൽ നിന്നൊക്കെ ചെറുത് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലാം കൊടുക്കാൻ, അത് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട എന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് എത്തുന്നില്ല. തുടർന്ന് ഭഗവാൻ പറയുകയാണ്. അതുകൊണ്ട് അതതിൽ എന്താണോ വിഹിതമായിട്ടുള്ളത് അത് കിട്ടും. അന്തവത്തു ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്തായാന്തി മാം അപി. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്താണ്? അല്പമേധസാം, അല്പബുദ്ധികളായിട്ടുള്ള തേഷാം, അവരിങ്ങനെ ഈ ഓരോ ഏടാകൂടങ്ങളൊക്കെ പോയി അതിന്നൊക്കെ ഓരോന്ന് കിട്ടും. ആ കിട്ടുന്നത് ചിലപ്പോൾ വിപരീതങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ അതിൻ്റെ ബലമാണ്. തദ്ഫലം തു, അവരുടെ ഫലമാകട്ടെ അന്തവത്, അതിനൊരു അവസാനമുണ്ട് എന്ന് പറയാം. എന്നാൽ അന്തവത് ഭവതി, അതിനൊരു അവസാനമുണ്ട്. ദേവയജഹ ദേവാൻ യാന്തി, ദേവന്മാരെ യജിക്കുന്നവർ അതത് ദേവന്മാരെ പ്രാപിക്കുന്നു. എന്നാൽ മദ്ഭക്താഹ മാം യാന്തി, എൻ്റെ ഭക്തന്മാർ എന്നെ പ്രാപിക്കുന്നു. ഇതാണ് ഇനി ഭഗവാൻ തുടർന്ന് പറയുന്നത്. നമുക്ക് നാളെ നോക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.